ഒരുപാട് കാര്യങ്ങൾ മാതൃഭൂമിയിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അതേ അക്ഷരം പ്രതിയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതെല്ലാം ശരിയാണ്, അക്ഷരം പ്രതി ശരിയാണ്. ഇതിലുള്ള ഈ വികസന സമിതിയുടെയും മറ്റേ ബ്യൂറോക്രസിയുടെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് പലർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു ട്രാപ്പായിട്ട് കിടക്കുകയാണ്. അത് പരിഹരിച്ചേ പറ്റുള്ളൂ. അത് അടിയന്തരമായിട്ട് പരിഹരിക്കാൻ അത് സർക്കാർ മുൻകൈ എടുക്കുമെന്ന് പത്രത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഞാൻ ബ്യൂറോക്രസിയെ മാത്രമാണ് കുറ്റം പറയുന്നത്. അത് ആ പ്രശ്നം ആരോഗ്യവകുപ്പ് ശ്രദ്ധിക്കണം, അടിയന്തരമായി പരിഹരിക്കണം. എൻ്റെ രോഗികൾക്ക് അടിയന്തരമായിട്ട് ചികിത്സയ്ക്കുള്ള സാധനങ്ങൾ എത്തിക്കുമെന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. പക്ഷേ അത് എന്തുകൊണ്ടോ അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നു പോവുകയും അതിന് കൂടുതൽ മാനങ്ങൾ ലഭിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അതിൻ്റെ സമ്മർദ്ദത്തിലായിരുന്നു. അത് ആരും എന്നെ ഭീഷണിപ്പെടുത്തല്ല, എന്നാലും എനിക്കത് തെറ്റുപറ്റിയെന്ന് തോന്നി. ചട്ടലംഘനത്തിന് സാധാരണ സസ്പെൻഷനാണ് അതിൻ്റെ ചെയ്തത്. അതിനനുസരിച്ചുള്ള ഗുരുതരമായ തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടും. അതിന് നമുക്കതിനകത്ത് വിഷമമില്ല, അത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒരു പ്രൊഫഷണൽ സൂയിസൈഡാണ് താൻ നടത്തിയതെന്ന് ഡോക്ടർക്ക് തന്നെ ബോധ്യമുണ്ട്. ഡോക്ടർ പലതവണയായി അത് ആവർത്തിക്കുന്നു. പക്ഷെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ അവിടെയുണ്ടെന്ന് ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് മേധാവിയുടെ നേതൃത്വത്തിൽ നടത്തിയ 4-അംഗ വിദഗ്ധ സമിതി കണ്ടെത്തുന്നുണ്ട്. ഡോക്ടർ ഹാരിസ് നടത്തിയത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് അന്വേഷണ സമിതി കണ്ടെത്തുന്നുണ്ട്. അത് ഒരു കാര്യം. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതും പരസ്യ പ്രസ്താവന, അതായത് മാധ്യമങ്ങളോട് സംസാരിച്ചതും ചട്ടലംഘനമാണ്. ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച എല്ലാ പരാതികളും വസ്തുതാപരമല്ല എന്നും സമിതി വിലയിരുത്തുന്നുണ്ട്. അതായത് സമിതിയുടെ കണ്ടെത്തലിൽ എല്ലാ പരാതികളും ശരിയല്ല എന്നും കൂടി കണ്ടെത്തുന്നുണ്ട്. ഡോക്ടർക്കെതിരെ കടുത്ത നടപടി വേണ്ട എന്നും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. റിപ്പോർട്ട് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഇന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിന് കൈമാറി. അപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്ത് നടപടി ഉണ്ടാകാൻ പോകുന്നു, എന്ത് തീരുമാനം ഉണ്ടാകാൻ പോകുന്നു? ഡോക്ടർക്കെതിരെ കടുത്ത നടപടി എടുക്കണമെന്ന തീരുമാനമാണോ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്നത്? ആരോഗ്യമേഖലയാകെ ഇകഴ്ത്തുന്നതായി പോയി ഡോക്ടറുടെ ഈ പരസ്യ പ്രതികരണം എന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചതിന്റെ തുടർച്ചയായി കുറെ കൂടി ഗൗരവത്തിൽ ഈ ഡോക്ടറുടെ പെരുമാറ്റത്തെ ചട്ടലംഘനമായി കണ്ട് നടപടിയെടുക്കുമോ എന്ന ചോദ്യമാണ്. അമൽ തേനമ്പറമ്പിൽ നോക്കുമ്പോൾ വിവരങ്ങളുമായി ചെന്നിട്ടുണ്ട്. അമൽ, ഡോക്ടർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന വലിയ ആകാംക്ഷയുണ്ട്. ഇനിയിപ്പോൾ നടപടി എന്ത് വന്നാലും കുഴപ്പമില്ല, ഇതൊന്ന് ശരിയാകണം. അതായിരുന്നല്ലോ ഡോക്ടർ ആദ്യം മുതലേ എടുത്ത നിലപാട്. ഇപ്പോഴാണല്ലോ കുറെ കൂടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആദ്യത്തെ കടുത്ത ഡോക്ടർക്കെതിരായ പ്രതികരണത്തിന് പിന്നാലെ ഒരു ഇളവൊക്കെ ഉണ്ടായിരിക്കുന്നത്. എന്ത് നടപടിയാലും കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ഈ സമിതി എന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്തുന്നുണ്ട്? അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ആ വസ്തുതയെങ്കിലും സമിതി അംഗീകരിക്കുന്നുണ്ടോ? രതീഷ, ഈ ഡോക്ടർ ഹാരിസ് ചെറക്കലിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഈ വിഷയങ്ങൾ പരിശോധിക്കാനായി 4-അംഗ സമിതിയെയാണ് നിയോഗിച്ചത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ, അതോടൊപ്പം തന്നെ അവിടുത്തെ നെഫ്രോളജി വിഭാഗത്തിന്റെ മേധാവി, കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട്, അവിടുത്തെ യൂറോളജി വിഭാഗം മേധാവി, ഈ 4 പേരടങ്ങുന്ന സംഘം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി വിവിധ വിഭാഗങ്ങളുടെ മേധാവികളുമായും വിവിധ ഡോക്ടർമാരുമായൊക്കെ സംസാരിച്ചു. ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്ത് എന്നുള്ള കാര്യമൊക്കെ അവർ പരിശോധിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ടുകൾ പല ഡിപ്പാർട്ട്മെന്റുകളിലും ഗൗരവമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞു വയ്ക്കുന്നത്. ആ വിവരങ്ങളെല്ലാം ഉൾപ്പെടുന്ന റിപ്പോർട്ടായിരിക്കും ഇന്നിപ്പോൾ DME മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ MED പറയുന്ന ആരോഗ്യമന്ത്രിക്ക് സമർപ്പിക്കുക. ആരോഗ്യമന്ത്രിക്ക് സമർപ്പിച്ച ശേഷം എന്ത് നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഡോക്ടർ ഉന്നയിച്ച വിഷയങ്ങളിൽ കഴമ്പുണ്ട്, പക്ഷേ എല്ലാ വിഷയങ്ങളും ശരിയല്ല എന്നുള്ള കാര്യം ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞത് ഈ അന്ന് ഉണ്ടായിരുന്ന ശസ്ത്രക്രിയകളുടെ എണ്ണം 4ആണ്. അതിൽ 1 മാത്രമാണ് മുടങ്ങിയത്, 3 ചെയ്തിരുന്നു. പക്ഷേ ഡോക്ടർ അതിനെ കുറച്ചുകൂടി വിപുലീകരിക്കുന്ന തരത്തിലായി പറഞ്ഞു പോയത് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. മുഴുവൻ പ്രശ്നമാണ് എന്നുള്ള തരത്തിൽ ഡോക്ടർ അവതരിപ്പിച്ചു എന്നുള്ളതും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സർവീസിലിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത് ശരിയാണോ, തുറന്നു പറച്ചിൽ നടത്തുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ചട്ടമനുസരിച്ച് ശരിയല്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഉദ്ദേശം വെച്ച് വേണമെങ്കിൽ ഒന്ന് ക്ഷമിച്ചു വിടാവുന്ന കാര്യമാണ്. ഈ ചട്ടം പറഞ്ഞ് ഡോക്ടറും ഇരുന്നിരുന്നെങ്കിൽ ഇത് ഇപ്പോഴും പരിഹരിക്കപ്പെടില്ലായിരുന്നു. യൂറോളജി വിഭാഗത്തിലെ ഈ പ്രതിസന്ധി, അടിയന്തരമായി ആവശ്യമുള്ള ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അത് ചട്ടപ്പടി വരട്ടെ എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഇപ്പോഴും രോഗികളുടെ ആ പുഞ്ചിരി കാണാൻ കഴിയില്ലായിരുന്നു. അമൽ, ശരിയാണ്. ഡോക്ടർ ചട്ടം പാലിച്ചിരുന്നുവെങ്കിൽ എല്ലാ ഡോക്ടർമാരും ഇരിക്കുന്നത് പോലെ ഇന്നലെ നമ്മൾ ഈ വിഷയത്തിൽ പല ഡോക്ടർമാരോടും പ്രതികരണത്തിനായൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ആർക്കും പറയാൻ വയ്യ. ഈ പല സംഘടനകളുടെയും പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ വിളിക്കുമ്പോൾ അവർക്ക് പോലും പേടിയാണ്. കാരണം ഈ വിഷയത്തിൽ എന്തെങ്കിലും സംസാരിച്ചു പോയാൽ പിന്നീട് സർക്കാരിനൊരു പ്രതികാര നടപടി ഉണ്ടാകുമോ എന്നുള്ള ഭയം അവർക്കുണ്ട്. ആ ഭയമൊക്കെ നിൽക്കുമ്പോഴും ഇതൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, തൻ്റെ മുന്നിലേക്ക് വരുന്ന രോഗികൾക്ക് വേണ്ട ചികിത്സ നൽകേണ്ടതുണ്ട് എന്ന നല്ല ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, നടപടി വരുമെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ചട്ടലംഘനമാണ് നടത്തുന്നത് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ ഹാരിസ് ചെറക്കൽ തുറന്നു പറഞ്ഞത്. അതിനാൽ തന്നെ സർക്കാരിന് ഗൗരവമായ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് മുൻപ് ആരോഗ്യമന്ത്രി അഭിലാഷ് മോഹൻ നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ചേർത്ത് പിടിക്കും, ആരോഗ്യമന്ത്രി ചേർത്ത് പിടിക്കും ഡോക്ടർ ഹാരിസ് ചെറക്കലിനെ എന്ന്. ഇപ്പോൾ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഇന്ന് ആരോഗ്യമന്ത്രിക്കാണ് കൈമാറുന്നത്.
നടപടി അദ്ദേഹം ഡോക്ടർ ഹാരിസ് ചിറക്കൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട്, സർ ചട്ടങ്ങൾ ഞാൻ ലംഘിച്ചുവെന്ന്. പക്ഷേ ഡോക്ടർമാരുടെ സംഘടന പറയുന്നു ഡോക്ടർ ഹാരിസിനെതിരെ നടപടി ഉണ്ടെങ്കിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന്. അപ്പോൾ കടുത്ത നടപടിയിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ അമൽ? ആര്യ, ഏതെങ്കിലും തരത്തിൽ സർക്കാരിനെ അപമാനിക്കാനോ പ്രത്യേകിച്ചും ഒരു ഇടതുമുന്നണി സർക്കാരിനെ അപമാനിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്ന ആളാണ് ഹാരിസ് എന്ന് പറയാൻ കഴിയില്ല. കാരണം ഹാരിസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ പരിശോധിച്ചാൽ കടുത്ത ഇടതുപക്ഷ അനുഭാവി, തൻ്റെ ഗുരുവാണ് എന്നുള്ളതാണ് ഇന്നലെ പിണറായി വിജയനെ പറ്റി അദ്ദേഹം പറഞ്ഞു പോയത്. അങ്ങനെയുള്ള ഒരാൾ മനഃപൂർവ്വം അത് സർക്കാരിനെ അപമാനിക്കാൻ വേണ്ടി ചെയ്തത് എന്നുള്ള വാദത്തിന് എത്രത്തോളം അടിസ്ഥാനമുണ്ട് എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഈ ഡോക്ടർക്കെതിരെ നടപടിയെടുത്താൽ ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് പോകുമെന്ന് ആര് നേരത്തെ പറഞ്ഞതുപോലെ KGM-CTA വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ എല്ലാം നിലനിൽക്കുന്നു. ആദ്യത്തെ 2 ദിവസങ്ങളിൽ ഈ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളോട് പരിപൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു കേരളത്തിന്റെ പൊതുസമൂഹം, രാഷ്ട്രീയ സമൂഹം. ഏറ്റവും ഒടുവിൽ അദ്ദേഹം വിട്ടുപോയിരുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ ഒന്ന്, അരിയാടൻ ഷൗക്കത്ത് വിജയിച്ചത് മുസ്ലിം വർഗീയവാദികളുടെ വോട്ട് കൊണ്ടാണ് എന്ന് പറഞ്ഞൊരു ഡോക്ടറെ UDF-കാർ പിന്തുണയ്ക്കുന്നത്, പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകളുമൊക്കെ പരിപൂർണ്ണ പിന്തുണ നൽകുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ രാഷ്ട്രീയ വ്യത്യാസത്തിനൊക്കെ അപ്പുറത്തേക്ക് ഡോക്ടർക്ക് ആദ്യ 2 ദിവസത്തിൽ വലിയ വിദഗ്ധ സമിതി കണ്ടെത്തുകയാണ്. അപ്പോൾ ഇനി അറിയേണ്ടത്, ഇന്നിപ്പോൾ ആ റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് കൈമാറുമ്പോൾ ആരോഗ്യമന്ത്രി ആ റിപ്പോർട്ടിൽ എന്ത് നടപടിയെടുക്കും? ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ നടപടിയെടുക്കും. സ്വാഭാവികമായും സർക്കാർ ജീവനക്കാരനാണ്, സർവീസ് ചട്ടങ്ങളുടെ ലംഘനമുണ്ട്, സസ്പെൻഷനാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. ആ നടപടിയിലേക്ക് സർക്കാർ ആരോഗ്യ വകുപ്പ് കടക്കുമോ എന്ന് അറിയേണ്ടതുണ്ട്. ഇനി ഒരുപക്ഷെ ഇന്ന് തന്നെ അത് പ്രതീക്ഷിക്കുന്നുമുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയാലും അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ അവിടെ തന്നെ ഉയർന്നു നിൽക്കുന്നുണ്ട്. പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ അത് അവിടെ ഇപ്പോൾ പൊതുജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്.